നമ്മളെ ചാനലിൽ കുക്കിങ്ങിൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വെറൈറ്റി ആയിട്ടാണ് മീൻ അവിച്ചെടുക്കുന്ന ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. പുതിയതായിട്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ കണ്ട് പഠിക്കുന്നവർക്കും നമ്മളെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടട്ടെ. പിന്നെ മീൻ നേരത്തെ കട്ട് ചെയ്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സവാള എടുക്കുമ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി. പിന്നെ വലിയ സവാള ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ സവാളകൾ ഇത്ര കിടന്നതുകൊണ്ട് ഞാൻ എടുത്തത്. സവാള ഇത്തിരി അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ ഇത്രയാണ് ഇപ്പോഴും ഞാൻ കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട്, അത് നമ്മൾ ചേർക്കുന്ന ആ ഒരു ടൈമിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആരെങ്കിലും നമ്മൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 100% ഉറപ്പ് പറയാം. അത്രയും നല്ല ടേസ്റ്റ് മണം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഒരാളെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് നമ്മളെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നേരത്തെയൊക്കെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരിയും പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മളെ വീട്ടിലുള്ള ചേരുവയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ തയ്യാറാക്കി എടുക്കാനൊക്കെ പറ്റും. വാള മീൻ, അയല മീൻ, പിന്നെ ഇങ്ങോട്ടുള്ള ഈ ചെറിയ ഐറ്റങ്ങൾ മീനൊക്കെ ഉണ്ടല്ലോ, കൊഴിയാള, മത്തി, നെത്തോലി, ഈ ഐറ്റങ്ങളുള്ള മീനിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ചൂര, വങ്കട, വേള അതിലൊന്നും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടില്ല. പിന്നെ പച്ചമുളക് ഇതുപോലെ വേണം കട്ട് ചെയ്തിടാനായിട്ടുള്ളത്. പിന്നെ എടുക്കുന്നത് കറിവേപ്പില ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് കാണിച്ചും കൊണ്ട് വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചത്. മിക്കവാറും പുതിയതായിട്ട് കാണുന്ന ആരോ ആണ്. പിന്നെ ഫേസ് കാണിച്ചും കൊണ്ട് ഇതുവരെ വീഡിയോ ഇടാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത്. എനിക്ക് ഇതുപോലെ പോകുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും വിചാരിക്കരുത്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോഴും. പിന്നെ ഈ രാത്രിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. കപ്പ നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മീനിൻ്റെ റെസിപ്പി ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാനൊക്കെ പറ്റുമല്ലോ ഇത് കണ്ടിട്ട്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടായതിന് ശേഷമാണ് നമ്മൾ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകം ഇട്ട് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കല്ലേ, പെരുംജീരകം തന്നെ ഇട്ട് കൊടുക്കണം. പെരുംജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളി ഇപ്പോഴും ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇതെല്ലാം ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഒത്തിട്ട് കൊടുത്തതിന് ശേഷം ഉപ്പുനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുനീര് നമ്മൾ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ചട്ടുകം കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നല്ല കണക്കൊന്ന് ആവിയിലൊന്ന് ആദ്യം ഒന്ന് വെന്ത് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ മാറി അങ്ങനെ കിട്ടും. പിന്നെ കടുക് ഒരു കാരണവശാലും ഇട്ട് കൊടുക്കരുത്, പെരുംജീരകം തന്നെ ഇട്ട് കൊടുക്കണേ. പിന്നെ ചട്ടുകം കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഉപ്പ് നീരൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ വേറെ രീതിക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയും പെരുംജീരകവും ചേർക്കാതെ നമ്മൾ മീൻ അവിച്ചെടുക്കുമല്ലോ, അങ്ങനെ അവിച്ചെടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ നല്ലത് ഈ ഒരു കറിക്കാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കഴിച്ചിട്ടുണ്ട് എങ്കിലും നമ്മളിപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ഇത് മാത്രമേ നമ്മൾ റെഡിയാക്കി എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അരകല്ലിലോ അല്ലെങ്കിൽ ഇടികല്ലുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കണം. തരി പോലെ കിടക്കുമല്ലോ, അതുപോലെ വേണം നമ്മൾ ഇതേ രീതിക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടി, ഇതാണ് നമ്മൾ ഇനി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് വേറെ പൊടി ഐറ്റങ്ങളോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കാനായിട്ടില്ല. ഇതൊന്ന് ചട്ടുകം കൊണ്ട് ഇളക്കി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. എങ്കിലേ നമുക്ക് ആ കുരുമുളകിൻ്റെയൊക്കെ ഒന്ന് പച്ച ചുവയൊക്കെ മാറി മഞ്ഞളിൻ്റെയൊക്കെ ഒന്ന് മാറി നല്ല രീതിക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് മീൻ ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ആവി വന്നിട്ടുണ്ട് കേട്ടോ. അടിക്ക് പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നുമില്ല. മീനിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിക്ക് മാറ്റിയിട്ട്, അതിൻ്റെ കൊഴിയാള മീനായതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ തൊലി വിരിച്ചെടുക്കണം കേട്ടോ. അത് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. രാവിലെ മീൻ കിട്ടിയപ്പോൾ ഞാൻ കട്ട് ചെയ്തെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പില നേരത്തെ എടുത്തിട്ട് കുറച്ച് തണ്ടും കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഇളക്കുന്ന ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇങ്ങനെ കൈ തട്ടി അതങ്ങ് ഓഫായി പോയായിരുന്നു. ഇതിൽ വേറെ ഒന്നുമല്ല, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട്. അടിക്ക് പിടിക്കും അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ആവി വരുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിച്ച് കൊടുക്കരുത്. ഇതിനിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. പിന്നെ ഇതിൽ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എടുക്കുമ്പോഴത്തേക്ക് കൈ കണക്കിന് 1.5 പിടി തേങ്ങ എടുക്കുക. നല്ല രീതിക്ക് തന്നെ 1-ാം പാൽ എടുക്കണം. കാരണം നമ്മൾ 2-ാം പാൽ ചേർക്കുന്നില്ല, 1-ാം പാൽ കട്ടിപ്പാൽ ചേർക്കുക. പിന്നെ പേസ്റ്റ് പരുവത്തിന് തേങ്ങ അരച്ചിട്ട് അതൊന്നും ചേർത്ത് കൊടുക്കരുത്. അതിൻ്റെ കൊത്തെല്ലാം മാറ്റിയിട്ട് വേണം തേങ്ങാപ്പാൽ ചേർക്കാനായിട്ടുള്ളത്.
നമ്മൾ സാധാരണ രീതിയിൽ മീൻ അവിക്കുമ്പോഴത്തേക്ക് അതിൽ തേങ്ങാപ്പാൽ ചേർക്കത്തില്ലല്ലോ, പക്ഷേ നമ്മൾ ഇതിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ടേസ്റ്റോട് കൂടി നമ്മൾ ആ വിചാരിക്കുന്ന ആ ഒരു പരുവത്തിന് നല്ല ഒരു മീൻ അവിച്ചതിൻ്റെ ആ ഒരു ഗ്രേവിയും അതിൽ നിന്ന് ആ ഒരു മീനൊക്കെ എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ മീൻ പൊടിഞ്ഞു പോകുക അങ്ങനെ ഒന്നുമില്ല, കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി വറ്റിച്ചെടുക്കാനായിട്ട് ഉണ്ട്. ഇതിനിപ്പോൾ ഒന്നും കൂടെ അടച്ച് വെക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നേരത്തെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും തണ്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രത്തോളം നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുമോ അത്രത്തോളം നല്ലതാണ്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മളെ ചാനലിൽ ഞാനിടുന്ന വീഡിയോ കണ്ടിട്ട് ഒത്തിരിയും പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം കൂടെ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മളിപ്പോൾ ചെറിയ മീനുകളോ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കപ്പ ആവിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി നോക്ക്. എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടുക. പിന്നെ അത് മാത്രമല്ല, പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നാടൻ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോയൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.